അഹങ്കാരിക്കൊരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല, പ്രാർത്ഥിക്കാനും സാധിക്കുകയില്ല. അഹങ്കാരി താൻ തന്നെ ഒരു കുട്ടി ദൈവമാണെന്ന് ചിന്തിക്കുന്നവനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ ദൈവത്തെ അഹങ്കാരിക്ക് വിളിക്കാൻ സാധിക്കുക? അഹങ്കാരം മറ്റു തിന്മകൾ പോലെ വെറും ഒരു തിന്മയല്ല. അത് ദൈവത്തിന് നേരെ എതിരെ വരുന്ന ഒരു തിന്മയാണ്. നമുക്കറിയാം, ദൈവമാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടം, സമാധാനത്തിൻ്റെ ഉറവിടം, സന്തോഷത്തിൻ്റെ ഉറവിടം. അപ്പോൾ ദൈവത്തിന് നേരെ എതിരെ വരിക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ നാശമാണ്, തകർച്ചയാണ്, പരാജയമാണ്. ജെറമ്യാ പ്രവാചക പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. ദൈവം അഹങ്കാരിയെ ഓർത്ത് കരയുന്നു എന്ന്. എന്തിനായിരിക്കും ദൈവം അഹങ്കാരിയെ ഓർത്ത് കരയുന്നത്? അഹങ്കാരിക്ക് സംഭവിക്കാൻ പോകുന്ന ആ വലിയ തകർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ദൈവം കരയുന്നത്. അതുകൊണ്ടൊരു വ്യക്തി അഹങ്കാരത്തിലേക്ക് വരുമ്പോൾ തന്നെ ദൈവം എങ്ങനെയെങ്കിലും ഇടപെട്ട് ആ വ്യക്തി അഹങ്കാരത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കും. നമ്മൾ അഹങ്കരിക്കാറുള്ളത് ദൈവം നമുക്ക് തന്ന ദാനങ്ങളിലാണ്. ഈ ദാനങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അഹങ്കരിക്കുക? ദൈവം നമുക്ക് ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ആ ദാനങ്ങൾ ഉപയോഗിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്, അത് കൈവശം വയ്ക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ദൈവം തന്നെയായിരിക്കും. ആ ഉടമസ്ഥാവകാശം ഒരിക്കലും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അഹങ്കാരി ചെയ്യുന്നത് ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന ഒരു ചിന്തയിലേക്കാണ് അഹങ്കാരിയുടെ മനസ്സ് ചെന്ന് ചേരുക. ഒരു യജമാനൻ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്നീ ക്രമത്തിൽ ആളുകൾക്ക് വിതരണം ചെയ്തിട്ട് ദൂരദേശത്തേക്ക് പോയി. കുറേയേറെ നാളുകൾ കഴിഞ്ഞ് ആ യജമാനൻ മടങ്ങി വന്നു. എന്നിട്ട് താൻ കൊടുത്ത ഈ ദാനത്തെക്കുറിച്ച് കണക്ക് ചോദിച്ചു. 5 കൊടുത്തവനോട് കണക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ 10 ആക്കിയിട്ടുണ്ട്. 2 കിട്ടിയവനോട് കണക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു 4 ആക്കിയിട്ടുണ്ട്. ഈ കണക്ക് ചോദിക്കുക എന്നത് ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുക. അഹങ്കാരി ഒരിക്കലും ദൈവം കണക്ക് ചോദിക്കുമ്പോൾ അതിനോട് സഹകരിക്കാറില്ല. അവൻ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതെൻ്റെതാണ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ഉപയോഗിക്കും, ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ? ഇതാണ് അഹങ്കാരിയുടെ മനസ്സ്. അവരൊരിക്കലും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ അംഗീകരിക്കുകയില്ല. അപ്പം ഈ ഒരു മനോഭാവം ഒരുപക്ഷെ ദാനങ്ങളുടെ നേരെ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. ആ ദാനങ്ങൾ നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നും ഞാനാണ് എൻ്റെ ഉടമസ്ഥൻ, അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ അത് ഉപയോഗിക്കാമെന്ന്. പക്ഷെ ദൈവം തരുന്ന ദാനത്തെക്കുറിച്ചെല്ലാം ദൈവം കണക്ക് ചോദിക്കുന്നു. അത് ദൈവത്തിൻ്റെതാണ് ആ ദാനം, ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ദാനത്തെ ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന മനസ്സോടുകൂടി വേണം കാണാനും അത് ഉപയോഗിക്കുവാനും. ആ ഉപമയിൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ആ 1 താലന്ത് കിട്ടിയവൻ അതുകൊണ്ടൊന്ന് കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ യജമാനൻ ആ 1 താലന്ത് അവരൊന്ന് എടുത്തു മാറ്റി. ഇതൊന്നും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുക. ദൈവം തന്ന ഏത് ദാനവും ദൈവത്തിന് ഏത് സമയത്തും നമ്മളോടൊരു വാക്ക് പോലും ചോദിക്കാതെ എടുത്തു മാറ്റാനുള്ള അധികാരമുണ്ട്. ദൈവത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത ഏതെങ്കിലും ദാനങ്ങൾ നമ്മുടെ കൈവശം ഇരിപ്പുണ്ടോ? ഇല്ല. ഏത് ദാനവും നമ്മളോട് ഒരു വാക്ക് പോലും ദൈവം പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് എടുത്തു മാറ്റാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം അത് എടുത്തു മാറ്റുമ്പോഴൊക്കെ ദൈവം ഞാനാണ് അതിൻ്റെ ഉടമസ്ഥനെന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നമുക്ക് പല ദാനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ആ ദാനങ്ങൾ ചില സമയത്ത് ദൈവം എടുത്തു മാറ്റാറുമുണ്ട്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും എൻ്റെ അബദ്ധം കൊണ്ട് ആ ദാനങ്ങൾ നഷ്ടപ്പെട്ടതാണ്, എൻ്റെ കണക്കൂട്ടിൽ വന്നപ്പോൾ അത് തെറ്റിപ്പോയതാണ്, അങ്ങനെ എൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞു പോയതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഒരു വിധത്തിൽ കുറ്റം വിധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിൽ പോലും ദാനം തരുന്ന ദൈവമാണെങ്കിൽ എടുത്തു മാറ്റുന്നതും ദൈവം തന്നെയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ആളുകൾ വചനം കേൾക്കാനും ധ്യാനത്തിനുമൊക്കെ വരുമ്പോൾ അവരൊരു നല്ല ശതമാനം ആളുകൾ
സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ട് വേദനിച്ചാണ് വരുന്നത്. അപ്പം ചിലർക്ക് പറയാനുള്ളത് കടബാധ്യതയുടെ പ്രശ്നമാണ്, വേറെ ചിലർക്കുള്ളത് ജോലിയില്ല എന്നതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ സാമ്പത്തികമായ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ വിഷമിച്ച് തകർന്ന് വചനം കേൾക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ സാമ്പത്തികമായ തകർച്ചയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സമ്പത്ത് ഉണ്ടായിട്ടാണല്ലോ അത് പോയത്. അപ്പോൾ ആ സമ്പത്ത് തന്നത് ദൈവമാണെന്നും ദൈവം അതിൻ്റെ ഉടമസ്ഥനാണെന്നും ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ രീതിയിൽ നമ്മൾ സാമ്പത്തിക മേഖലയിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും തന്നെ ധാരാളം പേര് അധ്വാനത്തിൽ ആണ് കഴിയുന്നത്. അധ്വാനിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അഹങ്കാരം കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ ഉടനെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, ഇത് ഞാനുണ്ടാക്കിയതാണ്, ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന ചിന്തയാണ്. ആ ഉടമസ്ഥൻ എന്ന ചിന്ത വരുമ്പോഴേക്കും അതിനകത്താണ് ഈ അഹങ്കാരത്തിൻ്റെ അംശം കിടക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചൊന്നും വരികയില്ല. അതുകൊണ്ട് ദാനങ്ങളുടെ നേരെ നമ്മൾ സ്ഥിരമായി പുലർത്തേണ്ടതായ മനോഭാവം, ദാനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കട്ടെ, പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ ഉടമസ്ഥാവകാശത്തെ തകർത്താൻ, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ഏറ്റുപറഞ്ഞ് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നതിനാണ് സമ്പത്ത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കുന്ന ഒരു സംഭവമാണ് ആരാധന.